ഹലോ എവ്രിവൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എക്സാം ഡേ വ്ലോഗായിട്ടാണ്. ഞാൻ ഓൺ വോയിസ് ആയിട്ട് സംസാരിച്ചതായിരുന്നു, പക്ഷേ അത് കേൾക്കണില്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ റെക്കോർഡായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മാത്സ് എക്സാമാണ്. 9th പഠിക്കുന്നവർക്കൊക്കെ ഇന്ന് മാത്സ് എക്സാമാണ്. അപ്പോൾ എന്താവും പാടെന്നറിയില്ല, എല്ലാവർക്കും പേടിയുള്ള വിഷയമാണ്. ഞാൻ ഇന്നലെ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ എണീച്ച് 3 മണിയാണ് സമയം. അപ്പം ഇനി ഏതായാലും നമുക്ക് പഠിക്കണം. അങ്ങനെ പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ തേക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഡൈനിങ് ഹാളിൽ വാഷ് ബേസ് വെച്ചിട്ടാണോ പല്ല് തേക്കുന്നത് ചോദിക്കും. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഡൈനിങ് ഹാളിൽ നിന്ന് പല്ല് തേച്ചതാണ്. മാത്സ് എക്സാം എന്താവുമെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഇന്നലെ ഒന്നും എടുത്ത് നോക്കിയില്ല. എനിക്ക് രാത്രി പഠിക്കണം അത്ര വലിയ ഇതുണ്ടാവില്ല. ഞാൻ വേഗം കിടന്നുറങ്ങും, ഉറക്ക് വരും. ബുക്ക് എടുക്കുന്ന ദിവസം വേഗം കിടന്നുറങ്ങും. എല്ലാത്ത ദിവസവും 10, 12, 11 മണി വരെ അവിടെ ഇങ്ങനെ ഫോൺ കളിച്ചിങ്ങനെ കുത്തിറക്കും. അങ്ങനെ ഞാൻ ഏതായാലും ഈ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്നിട്ടാട്ടോ പഠിക്കുക. കാരണം വെച്ചാൽ വീടെല്ലാം എല്ലാവരും കിടന്നുറങ്ങുകയാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ ഓല ഉറക്കിന് ഡിസ്റ്റർബൻസാണ്. ഓല ഉറങ്ങാൻ നേരം വെക്കും. അപ്പോൾ പിന്നെ ഞാൻ അടുക്കളയിൽ വന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്കിഷ്ടമാട്ടോ ഈ അടുക്കളയിൽ എന്താ പറഞ്ഞാൽ നല്ല വെളിച്ചമാണ്. അപ്പോൾ പിന്നെ അത്ര കണ്ട് ഉറക്ക് വരില്ല. അങ്ങനെ ഞാൻ പിന്നെ ഇതിൻ്റെ നോട്ട്സ് ഉണ്ടാവില്ല, നോട്ട്സ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യാമെന്നിങ്ങനെ നോക്കി വെക്കുകയാണ്. എനിക്കറിയാത്തൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ ചെയ്ത് നോക്കണമുണ്ട്. സാർ തന്ന നോട്ട്സ് ഇങ്ങനെ. പിന്നെ ഞാൻ സൈലത്തിലെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് ഞാൻ ക്ലാസ് കണ്ടത്. അതുകൊണ്ട് എനിക്ക് അതങ്ങനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ പിന്നെ നോട്ട്ബുക്ക് നോക്കിയിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കുകയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, ഓണത്തിൻ്റെ. അത് ഞാൻ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു മാത്സിൻ്റെത്. അതൊരു കഥയായിരുന്നു, എനിക്കൊരു കുന്തും അറിയില്ലായിരുന്നു. ലാസ്റ്റ് ഞാൻ അറിയണതിൻ്റെ എന്തൊക്കെയൊക്കെ കാട്ടി പഠിച്ച് തലേക്ക് കയറ്റിക്കേനി. നിൻ്റെ കിളി പോയിനി. എന്നാൽ ഞാൻ വ്ലോഗ് കണ്ടവർക്കൊക്കെ മനസ്സിലാവും, കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. പിന്നെ ഏതായാലും നമുക്ക് മദ്രസ പോകാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വൈറ്റ് ഷോളൊന്നും അല്ല ഇടുന്നത്, ഒരു ബ്ലാക്ക് ഷോളാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതുകൊണ്ട് എത്ര ചുറ്റിയിട്ടിട്ടും നേരക്ക് നിൽക്കണില്ല. കുറേ പ്രാവശ്യം ചെയ്ത് നോക്കി. ലാസ്റ്റ് എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടി അതൊക്കെ ഒന്ന് റെഡി ആക്കുകയാണ്. കാരണം ഈ ഒരു ഷോളിൻ്റെ മെറ്റീരിയൽ ഒരു തരം സുഖമില്ലാത്തൊരു മെറ്റീരിയലാണ്. പക്ഷേ എനിക്ക് ബ്ലാക്ക് ഷോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ കഷ്ടപ്പെട്ട് അടിയിൽ സ്കാർഫൊക്കെ ഇട്ടാണ്ട് ചുറ്റിയിട്ട് റെഡി ആക്കുകയാണ്. അപ്പം മദ്രസിൽ ഞാൻ 7 മണി വരെ നിൽക്കുള്ളൂ. അപ്പം ഞങ്ങൾക്ക് 6 മണി മുതൽ 7 മണി വരെയാണ്. ഞാൻ മദ്രസിൽ പോയിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ ഞാൻ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാഗിലാണ് ഞാൻ ഇന്ന് ഈ ബാഗാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഞാൻ എൻ്റെ മറ്റേ ബാഗിൻ്റെ സിബ് കേട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ ബാഗാണ് കൊണ്ടുപോകണേ. അപ്പോൾ പുറത്ത് നല്ല മഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ ടോമിയും ടീക്കും കുട്ടിയൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനിതാ. അപ്പോൾ മുറ്റത്ത് നോക്കി ആ മഞ്ഞൊക്കെ ഇങ്ങനെ പോയി സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ വന്നതൊക്കെ ഇങ്ങനെ ഒരു വെള്ളമായി ഇങ്ങനെ പോകുന്ന ആ ഒരു ഇതാണ്. അങ്ങനെ പിന്നെ എൻ്റെ പണികളൊക്കെ തീർത്ത് കുളിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, നേരമില്ല. ഞാനൊരു തരം ഓട്ടത്തിലാണ് ഇതൊക്കെ ചെയ്ത് തീർക്കുക. അങ്ങനെ ഞാൻ ഇനി ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ പൂച്ചകളൊക്കെ അവിടെ ഇങ്ങനെ കാവൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിയും മത്തിക്കറിയും ആയിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ കഴിച്ച് സ്കൂളിൽ പോവുകയാണ്. അതും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. എക്സാം എങ്ങനെയുണ്ട് ചോദിച്ചാൽ കുഴപ്പമില്ല, കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. ചിലവരൊക്കെ എക്സാം എഴുതി കഴിഞ്ഞ് സമാധാനത്തിൽ ചാടി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. മാത്സ് അത്രയും ചിലവർക്കൊക്കെ സിമ്പിളായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു നമുക്ക് ചായ ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ പോയി ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. എനിക്കും കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. ഞാൻ ചായ കുടിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ പച്ചവെള്ളമാണ് പൊതുവെ കുടിക്കാറ് ചായക്കടിൻ്റെ ഒപ്പം. അപ്പോൾ ഞാൻ ഇന്ന് ചുടുവെള്ളമൊക്കെ ഉണ്ടാക്കി ഒഴിച്ചു. പിന്നെ അമ്മ പറഞ്ഞു അത് പാൽ ചായ എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞു. പിന്നെ എന്താ സാധാ ഇതുണ്ട്. പിന്നെ അതൊക്കെ സെറ്റാക്കി. പിന്നെ നമ്മൾ ഏതായാലും ചായ കുടിക്കുകയാണ്. നമ്മൾ ഈവനിങ് സ്നാക്കാണ്. പിന്നെ നാളെ നമ്മളെ എക്സാം പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയുമാണ്. കെമിസ്ട്രി എനിക്ക് കുഴപ്പമില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ അറിയാൻ നിൽക്കാം. പക്ഷേ ഫിസിക്സ് എനിക്കൊരു കുന്നും അറിയില്ല. അങ്ങനെ ഞാൻ കഴിഞ്ഞ് പഠിക്കുകയാണ്. ഞാൻ വിചാരിച്ചു പിന്നെ മരിബാങ്കൊക്കെ കൊടുത്തിട്ട് പഠിക്കാൻ വിചാരിച്ചു. ഇനി ഏതായാലും കുറച്ച് നേരമല്ലേ ഉള്ളൂ. അങ്ങനെ പിന്നെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ഒന്നിങ്ങനെ ചുറ്റിക്കറങ്ങാണ്. അപ്പോൾ എക്സാം സമയം രാവിലെ കഴിഞ്ഞ് പിന്നെ സമയം പഠിച്ചുകൂടെയെന്ന് വിചാരിക്കുന്നുണ്ടാവും. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ നല്ല ഉറക്കം ഉറങ്ങിയിട്ടാണ് പിന്നെ എണീച്ചത്. അപ്പോൾ ഞാനങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി എൻ്റെ അമ്മേൻ്റെ ഓരോ ചെടികളൊക്കെ കാണിച്ചു തരികയാണ്. നമുക്ക് നല്ല ഇഷ്ടമാട്ടോ ചെടിയൊക്കെ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ ലിയക്ക് ഇതാണ് ഇവിടെ പണി. ഇങ്ങനെ ഓരോ കളി സാധനങ്ങളൊക്കെ പൊട്ടിച്ച് പിന്നെ അതന്നെ ഫിറ്റ് ചെയ്ത് ഉത്തരക്കുക. അപ്പോൾ ഇനി ഏതായാലും മരിബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പോയി നിസ്കരിക്കുകയാണ്. ഞാൻ നിസ്കരിക്കുന്ന വീഡിയോസൊന്നും കൂടുതലായിട്ട് ആഡ് ചെയ്യാറില്ല. ഞാൻ പിന്നെ മരിബ് നിസ്കരിക്കണത് ഇങ്ങനെ ആഡ് ചെയ്യലുണ്ട് എന്നുള്ളൂ.
അപ്പം നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പറയും. ഞാനിങ്ങനെ അറബികളെ ബ്ലോഗൊക്കെ കാണും, അപ്പോൾ അതിലിങ്ങനെ നിസ്കരിക്കുന്നതൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനും എൻ്റെ ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ലിയൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ബാർബിനൊക്കെ കയ്യും കാലും ഒക്കെ എവിടെയാണെന്ന് കൂടി അറിയില്ല, തലയിൽ മുടിയില്ല ഒക്കെ ഇങ്ങനെ കേടെടുത്തുന്നിട്ട് ഓക്ക് പിന്നെ എപ്പോഴെങ്കിലും വേണമെന്ന് തോന്നുമ്പോൾ അതിക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യലാണ്. പിന്നെ ഏതായാലും എനിക്ക് പഠിക്കാനുള്ള നേരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഖുർആനൊക്കെ ഒന്ന് ഓതുകയാണ്. അപ്പോൾ ഇതെൻ്റെ ഡെയിലിയുള്ള സംഭവമാണ്. നിസ്കരിക്കുക, ഖുർആൻ ഓതുക, എന്നിട്ട് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ സ്കൂളിലുള്ള സാധാ സ്കൂളാണെങ്കിൽ ഞാൻ ഹോംവർക്ക് എഴുതിയാൽ എഴുതി എന്നുള്ള ഒരു മട്ടാണ്. ഞാൻ ബുക്കാണ് തുറക്കറില്ല, പിന്നെ ഹോംവർക്ക് എഴുതും. ഈ കാണുന്ന ബുക്ക് എന്താണെന്ന് വെച്ചാൽ 2025 ബുള്ളറ്റ് ജേണലിന് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് അൺബോക്സ് ചെയ്തത്. അപ്പം ഞാൻ എന്നോട് ആരൊക്കെ പറഞ്ഞിനി ബുള്ളറ്റ് ജേണൽ 2025 ചെയ്യുന്നത് വീഡിയോ ഇടുമെന്ന്. അപ്പോൾ എനിക്കും അതിനൊരു ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്. ഞാൻ ഏതായാലും അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ ഞാൻ പിന്നെ ബാഗൊക്കെ ഇട്ട് മേലേക്ക് പോവുകയാണ്. എൻ്റെ മേലത്തെ സ്റ്റഡി ഏരിയൻ്റെ കോലം നോക്കി നിങ്ങൾ, എൻ്റെ സ്റ്റഡി റൂമിൻ്റെ ഒന്നാകെ വലിച്ചു വാരി ബുക്കൊക്കെ വിതറി കിടക്കാണ്. ഞാൻ പിന്നെ നന്നാക്കാനൊന്നും നിൽക്കണില്ല. ഇനിയിപ്പോൾ ഏതായാലും പഠിക്കാൻ തന്നെ നേരമില്ല. പഠിക്കാൻ മീൻസ് ഞാൻ എപ്പോഴും പഠിച്ചു തീർക്കില്ല, പക്ഷെ എനിക്ക് ഫോണിൽ കളിക്കേണ്ട കുറേയൊക്കെ. അങ്ങനെ കുറേ തൊള്ളൊക്കെ എടുക്കുമ്പം ബുക്കൊക്കെ നന്നാക്കൽ ഒരു കഥയാണ്. എനിക്ക് അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്, മടിയുള്ള കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, ഇങ്ങനെ വലിച്ചു വാരി തന്നെ. പക്ഷെ ചിലവർക്ക് ഉണ്ട് കേട്ടോ നല്ല വൃത്തിക്കൊക്കെ എടുത്ത് വെക്കുന്ന ആൾക്കാർ. എനിക്കെന്താ വെച്ചാൽ ഒരു ബുക്ക് എടുത്ത് അവിടെ വെച്ചാൽ അത് അവിടെ എടുക്കും, പിന്നെ അടുത്ത ബുക്ക് അത് അവിടെ എടുക്കും, പിന്നെ അടുത്ത സാധനം കാണാനില്ലെങ്കിൽ പിന്നെ അത് തിരഞ്ഞ് ലാസ്റ്റ് ഒക്കെ കൂടി വരുത്തും. പിന്നെ ഒരു ദിവസം എനിക്ക് തോന്നുമ്പോൾ ഞാനൊക്കെ കൂടി ഒന്ന് നന്നാക്കി വെക്കും. അതാണ് എനിക്ക് പൊതുവെ. അപ്പോൾ ഞാൻ ഏതായാലും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആയിട്ട് താഴത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഒന്ന് കെമിസ്ട്രി ഒന്ന് ഓടിച്ച് വിടാമെന്ന് വിചാരിച്ചു. ഒന്ന് ഓടിച്ചൊന്ന് മൊത്തമായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വിചാരിച്ചു. അപ്പം ഞാനിതാ ലാസ്റ്റ് ചാപ്റ്റർ അതിലെ സൊല്യൂഷനാണ് ആദ്യത്തെ. ഈ സൊല്യൂഷൻ ചാപ്റ്റർ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷേ ഇത് സിലബസ് മാറിയപ്പോൾ 9ാം ക്ലാസ്സിലോട്ട് വന്നിക്കുകയാണ്. പിന്നെ ചില ചാപ്റ്റേഴ്സ് 9ലുള്ള 8ക്ക് പോയിട്ടുണ്ട്. പക്ഷേ 8ലിപ്പോഴും സിലബസ് മാറിയില്ല, അടുത്ത കൊല്ലം മാറും. എനിക്ക് ആകെപ്പാട് എന്താ വെച്ചാൽ അടുത്ത കൊല്ലം ഇനി നമുക്ക് 10ാം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെത്തുമ്പോൾ നമ്മൾക്ക് സിലബസ് മാറാൻ. ഞങ്ങൾക്ക് എല്ലാ കഷ്ടകാലത്തിനും ഞങ്ങൾക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി തരാതെ ഞങ്ങൾ മാറുന്നതിനനുസരിച്ച് സിലബസ് മാറി കളിക്കുകയാണ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇനി 10ാം ക്ലാസ് എന്ത് കാട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ ട്യൂഷനും പോവലുണ്ടാവില്ല. പിന്നെ ഞാനിതാ 9ാം ക്ലാസ്സിൽ ഇപ്പോൾ ട്യൂഷനൊന്നും പോകില്ല കേട്ടോ. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പഠിക്കാമെന്നല്ലാതെ ട്യൂഷനൊന്നും പോകണില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ കയ്യിൽ റിംഗ് ലൈറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ ക്ലിയറില്ലാതെ വീഡിയോ എടുക്കണത്. അങ്ങനെ പിന്നെ റിംഗ് ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പം ഞാനൊന്ന് വായിച്ചൊന്നിങ്ങനെ മനസ്സിലാക്കുകയാണ്. പിന്നെ പഠിക്കാനുള്ളതൊക്കെ ഒന്ന് വായിച്ച് ഇങ്ങനെ പഠിക്കുകയാണ്. അപ്പോൾ ലിയക്ക് എന്താ അവിടെ പരിപാടി ചോദിച്ചാൽ ഇങ്ങനെ കളിസാധനം കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല, വീട്ടിലില്ല. അമ്മ ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പോൾ എനിക്കും ലിയക്കും ഇതൊക്കെ തന്നെ പണി. ഞാൻ അവിടെ ഇരുന്ന് പഠിക്കാനില്ല, അവിടെ കളിക്കുക. അങ്ങനെയാണ്, എനിക്കതാണ് പണി ഇപ്പം. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കുക. ഈ ഒരു സമയത്തത്തെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ വീഡിയോ എടുക്കണോണ്ട് കുറച്ച് പവറിലൊക്കെ JCB ഓടിച്ചൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ പഠിക്കുന്നതാണ്. പക്ഷെ എനിക്ക് എന്താ പറയുക, ഈ ഒരു വീഡിയോ അങ്ങോട്ട് ഫോക്കസ് കിട്ടണില്ല, എന്നൊരു ക്ലിയർ ഇല്ല, എന്നൊരു ബ്രൈറ്റായിട്ട് നിൽക്കുക. എന്തുകൊണ്ടാണ് അറിയൂല. ഞാനങ്ങനെ ഹൈലൈറ്റ് ചെയ്തതൊക്കെ ഒന്നിങ്ങനെ വായിച്ച് മനസ്സിലാക്കി എടുക്കുകയാണ്. ഞാനിന്നിപ്പോൾ വീഡിയോ എടുക്കുന്ന ഇടയിൽ എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയി. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് എൻ്റെ വീഡിയോ എടുത്ത ട്രൈപോഡ് പൊട്ടിപ്പോയി. ഇനിയുള്ള വീഡിയോസൊക്കെ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരമുള്ള വീഡിയോസ് ഞാൻ എടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടി ഞാനൊരു കണ്ടെത്തിയ ട്രിക്കാണ്. എൻ്റെ വാട്ടർ ബോട്ടിലിനുള്ളിലേക്ക് ട്രൈപോഡ് ഇറക്കി വെക്കുക. അപ്പോൾ ഫോൺ സ്റ്റാൻഡായിട്ട് അവിടെ ഇങ്ങനെ നിന്നോളും. അപ്പോൾ ഞാൻ പിന്നെ റിംഗ് ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കിയപ്പം പിന്നെ ലിയക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇനി ഞാൻ യൂട്യൂബിൽ ക്ലാസ് കാണട്ടെ. അപ്പം ഞാൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ക്ലാസ് കാണാണ്. ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മളുണ്ടാവും, ഈ മാരത്തോൺ ടൈപ്പൊക്കെ. അപ്പം ഞാനത് ഇരുന്ന് കാണുകയാണ്. അപ്പം ഞാൻ ആദ്യം ഇട്ടപ്പോൾ കെമിസ്ട്രി ക്ലാസ് ആയിരുന്നു. പിന്നെ ലൈവ് ആയതുകൊണ്ട് എനിക്ക് കെമിസ്ട്രി അറിയുകയും ചെയ്യാം. എനിക്ക് ഫിസിക്സ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ പിന്നെ ക്ലാസ് അങ്ങനെ ശ്രദ്ധിച്ചില്ല. പിന്നെ എനിക്കറിയണ തന്നെ കെമിസ്ട്രി ഒക്കെ ഒന്ന് ഓടിച്ച് വിടുകയാണ്. കെമിസ്ട്രി കാര്യമായിട്ട് അറിയുക അങ്ങനെയല്ല, പക്ഷെ എന്നാലും കുറേയൊക്കെ ഫിസിക്സിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എത്രയോ അറിയാം. ഫിസിക്സിക്ക് ഒന്നും അറിയില്ല. എനിക്ക് എന്താ ഒന്നും മനസ്സിലാവണമില്ല, എന്താണെന്ന് എനിക്കറിയില്ല, ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ടഫ് എന്ന് നിങ്ങൾ പറയാം. അതേപോലെ മാത്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. അതേപോലെ തന്നെ
ഫിസിക്സ് ആയിരുന്നു കെമിസ്ട്രി ആയിരുന്നു എക്സാമിന് ഏറ്റവും കൂടുതൽ ടഫ് എന്നൊക്കെ പറയാം. അപ്പോൾ അതാ ഞാൻ പിന്നെ ഇമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് ലീ അങ്ങോട്ട് അടങ്ങി നിൽക്കണില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റ് എന്താട്ടി ടി വിയിൽ ഓക്ക് മാഷ ആൻഡ് ദ ബിയറോ എന്തെങ്കിലും കാർട്ടൂണൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പി തെരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം എനിക്ക് ആവശ്യം ഉണ്ടാവും ഒന്നും കാണില്ല. അല്ലാത്ത നേരത്ത് ഫുള്ള് കാർട്ടൂണായിരിക്കും ടി വി തുറന്നാൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ പിന്നെ തിരഞ്ഞപ്പോൾ എനിക്കിങ്ങനെ മാഷ ആൻഡ് ദ ബിയർ ഇട്ട് അങ്ങനെ ഞാനും ലീയും കൂടിയും ഞാൻ സത്യം പറഞ്ഞാൽ പഠിക്കുന്നേക്കാളും ആ ഒരു മാഷ ആൻഡ് ദ ബിയർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ലിയക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ലിയ ഇങ്ങനെ അതിലിങ്ങനെ ഓരോ കോമഡിയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചിരിക്കും. എന്നോട് ചിലവരൊക്കെ ചോദിക്കും ലിയക്ക് ഫിലിമൊക്കെ കാണുമ്പോൾ കോമഡിയൊക്കെ കണ്ടാൽ മനസ്സിലാവുമെന്ന്. ഒക്കെ നല്ല മനസ്സിലാവുള്ളൂ, നല്ല ചിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇമ്മ എന്തോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മത്തി പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഫിസിക്സ് കുറച്ച് ഞാൻ ക്ലാസ് കണ്ടിട്ട് കുറച്ച് എഴുതിയെടുത്തീനി. അങ്ങനെ ഞാൻ പിന്നെ ടി വിയിൽ നല്ല പാട്ടൊക്കെ ഇട്ട് ഈ ഒരു പാട്ട് അടിപൊളിയാണ്, മലയാളം സോങ് ആണ്, നല്ല അടിപൊളിയാണ്. എനിക്ക് ഈ വീഡിയോയിൽ ആ പാട്ട് ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാനത് ആഡ് ചെയ്താൽ എൻ്റെ വീഡിയോക്ക് കോപ്പിറൈറ്റ് വരും. അപ്പം അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. എനിക്ക് നല്ല ഇഷ്ടമായി. ഭയങ്കര മലയാളത്തിലുള്ള നല്ല കാമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സോങ്ങുകളാണ് അതിലുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ. അത് കേട്ട് ഞാനത് ആസ്വദിച്ച് ഇങ്ങനെ ബുക്കൊക്കെ എടുത്തൊന്ന് മടിക്കൊക്കെ വെക്കുകയാണ്. എനിക്ക് അത്ര ഇഷ്ടമായി ആ സോങ്. അങ്ങനെ ഞാൻ പിന്നെ ഫുഡ് കഴിച്ചില്ല, അമ്മ വന്നിട്ടുമുണ്ട്. പിന്നെ ഏതായാലും ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ബുക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. നാളെ രാവിലെ ബാക്കി ഫിസിക്സ് പഠിക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ പാട്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഏതായാലും ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പം മത്തിയും ചോറും പിന്നെ കറിയും ഉണ്ടായിരുന്നു. പിന്നെ അമ്മൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചെറുനാരങ്ങ വെച്ചിട്ടുള്ള ഒരു തൊട്ടുകൂട്ടാനുണ്ടായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും പറയാം, എനിക്കതിന് ശരിയായിട്ടുള്ള പേരറിയൂല. സംഭവം നല്ല പുളി ഉണ്ടായിരുന്നു. ഞാൻ വായ വെച്ച് എന്തൊക്കെയോ എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ അത് എക്സ്പ്രഷനിൽ എന്തോ പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. അമ്മാതിരി പുളി ഉണ്ടായിരുന്നു. അതെടുത്ത് വലിയ രീതിയിൽ ഇങ്ങനെ തിന്നു നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഈ പുളി എരു അങ്ങനത്തെ സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മധുരത്തേക്കാൾ കൂടുതൽ ഇഷ്ടം അതാണ്. മധുരക്കാണെങ്കിൽ ഞാൻ ആകെ ഇത്തിരിയെ കഴിക്കുകയുള്ളൂ. സമ്മയ്ക്ക് മധുരം നല്ല ഇഷ്ടമാണ്, കേക്ക് ഐറ്റംസ് ചോക്ലേറ്റൊക്കെ. പക്ഷേ ചോക്ലേറ്റൊക്കെ എത്രയും പോകും, പക്ഷേ കേക്കൊക്കെ ഒരു ഇത്തിരി എനിക്ക് പോവുള്ളൂ. പക്ഷേ എരും പുളിയൊക്കെ ആണെങ്കിൽ ഞാൻ എത്രയും കഴിക്കും. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കിടന്നുറങ്ങാം. ആക്ച്വലി ഇനി ഞാൻ കൂടുതൽ നീട്ടുന്നില്ല സമയം. ബിക്കോസ് എനിക്ക് ഏതായാലും ഇനി നേരമില്ല. രാവിലെ എണീച്ച് പഠിക്കാനുള്ളതാണ്. രാത്രി ഇപ്പോൾ ഏതായാലും പഠിക്കലൊക്കെ ഒരു കഥയാണ്. എനിക്ക് രാത്രി പഠിക്കാൻ അങ്ങനെ ഇഷ്ടമില്ല എന്ന് ഞാൻ നേരത്തെ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ വിറ്റാമിൻ സി സിറം ആണ്. രാത്രി സിറം യൂസ് ചെയ്യുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇന്ന് രാവിലെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്കൊരു രസം തോന്നി ഞാനിങ്ങനെ വിറ്റാമിൻ സി സിറം യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് നല്ല സൺടാൻ ഉണ്ട് എൻ്റെ ഫേസിൽ. സ്കൂളിലെ കലോത്സവം അതേപോലെ സ്പോർട്സൊക്കെ കഴിഞ്ഞത് എൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. കാണിച്ചാൽ അന്നൊന്നും ഞാൻ സൺസ്ക്രീൻ ഒന്നും ഇട്ടില്ല. അപ്പോൾ അതൊക്കെ ടാനായിട്ട് എൻ്റെ ഫേസിലുണ്ട്. പിന്നെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ലാക്ടോകാലമൈനാണ്. ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് വോയിസ് പറഞ്ഞോട്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇങ്ങനെ ഓരോ കുത്തിനൊക്കെ പണികളുണ്ടാവും. അതിൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു ചെറിയ വീട് പണി നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കുകയാണ്. പിന്നെ ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ് ബാം ഏതാ ചോദിച്ചാൽ ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ്. സംഭവം സീൻ ലിപ് ബാമാണ്. പക്ഷെ നമ്മൾ ചുണ്ടൊക്കെ ഡ്രൈ ആയി നിൽക്കുമ്പം അതിനെ ഒരു മോയ്സ്ചറൈസ് ചെയ്ത് നന്നാക്കാനുള്ളൊരു കഴിവ് ലിപ് ബാമിന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവം അടിപൊളിയാണ്. പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായാലും ഞാൻ കിടന്നുറങ്ങണ്ടെങ്കിൽ എന്നിട്ട് വേണം എണീച്ചിട്ട് വേണം നാളെ പഠിക്കാൻ.